പുടിനെതിരെ ട്രംപ് സ്വരം മാറ്റുന്നു. പോരാത്തതിന് വിമർശനങ്ങളും. വ്ളാഡിമിർ പുടിനുമായി നല്ല ബന്ധം പുലർത്തിയിരുന്ന ഒരാൾ എന്ന നിലയിൽ ട്രംപ് പലപ്പോഴും പുടിനെ ഒരു സുഹൃത്ത് എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. മുൻകാലങ്ങളിൽ ഡൊണാൾഡ് ട്രംപ് തന്റെ റഷ്യൻ എതിരാളിയെ ശക്തനും ബുദ്ധിമാനുമായ നേതാവ് എന്ന് വിളിച്ചിരുന്നു. എന്നാൽ ഇന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്ളാഡിമിർ പുടിനെ ഭ്രാന്തൻ എന്ന് വിളിച്ചുകൊണ്ട് സ്വരം മാറ്റുകയാണ്. അക്ഷരാർത്ഥത്തിൽ ലോകം ഞെട്ടിയ സംഭവം. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ട്രംപ് ഇപ്പോൾ പുടിനെ എന്തിനാണ് കുറ്റപ്പെടുത്തുന്നത്? കൂടാതെ 3ാം വർഷത്തിലേക്ക് കടക്കുന്ന റഷ്യ-യുക്രൈൻ യുദ്ധത്തിന് ഇത് എന്താണ് അർത്ഥമാകുന്നത്? ന്യൂജേഴ്സിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ട്രംപ് തനിക്ക് പുടിനെ വളരെ കാലമായി അറിയാമെന്നും എപ്പോഴും നല്ല ബന്ധമുണ്ടായിരുന്നുവെന്നും പക്ഷേ അദ്ദേഹം നഗരങ്ങളിലേക്ക് റോക്കറ്റുകൾ അയച്ച് ആളുകളെ കൊല്ലുന്നുവെന്നും അത് തനിക്ക് ഒട്ടും ഇഷ്ടമല്ല എന്നും വ്യക്തമാക്കി. സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ട്രംപ് പുടിനെ കടുത്ത രീതിയിൽ ശാസിച്ചിട്ടുണ്ട്. റഷ്യയിലെ വ്ളാഡിമിർ പുടിനുമായി തനിക്ക് എല്ലായ്പ്പോഴും വളരെ നല്ല ബന്ധമുണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹത്തിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അയാൾക്ക് തീർത്തും ഭ്രാന്താണ്. അയാൾ അനാവശ്യമായി ധാരാളം ആളുകളെ കൊല്ലുന്നു. ഒരു കാരണവുമില്ലാതെ യുക്രൈനിലെ നഗരങ്ങളിലേക്ക് മിസൈലുകളും ഡ്രോണുകളും വർഷിക്കുന്നു. അദ്ദേഹത്തിന് യുക്രൈനിന്റെ ഒരു ഭാഗം മാത്രമല്ല, മുഴുവൻ യുക്രൈനും വേണമെന്ന് താൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണെന്ന് തെളിയിക്കപ്പെടാം. അങ്ങനെ സംഭവിച്ചാൽ അത് റഷ്യയുടെ പതനത്തിലേക്ക് നയിക്കുമെന്നും ട്രംപ് പറയുന്നു. യുക്രൈനിലെ സിവിലിയൻ കേന്ദ്രങ്ങളിൽ മരണങ്ങളും നാശനഷ്ടങ്ങളും സംഭവിച്ച ഒരു ദിവസത്തിന് ശേഷമാണ് പുടിനെതിരെയുള്ള ട്രംപിന്റെ രൂക്ഷ വിമർശനം ഉയർന്നത്. വാരാന്ത്യത്തിൽ റഷ്യൻ മിസൈലുകളും ഡ്രോണുകളും യുക്രൈനിയൻ നഗരങ്ങളിൽ മാരകമായ തീപിടുത്തം ഉണ്ടാക്കുകയും ചെയ്തു. റഷ്യ ഒറ്റ രാത്രി കൊണ്ട് 69 മിസൈലുകളും 298 ഡ്രോണുകളും വർഷിച്ചതായി യുക്രൈനിന്റെ വ്യോമസേന പറഞ്ഞു. വ്യോമ പ്രതിരോധം 45 ക്രൂയിസ് മിസൈലുകൾ വെടിവെച്ച് വീഴ്ത്തിയതായും 266 ഡ്രോണുകൾ നിർവീര്യമാക്കിയതായും ഒപ്പം 22 സ്ഥലങ്ങളിൽ നേരിട്ടുള്ള ആക്രമണം രേഖപ്പെടുത്തിയതായും റിപ്പോർട്ടുണ്ട്. മെയ് മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ച ആഘോഷിക്കുന്ന അവധി ദിനമായ കീവ് ദിനത്തിന്റെ അന്നും ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. റഷ്യ കൂടുതൽ തീവ്രമായി നഗരങ്ങളെ ലക്ഷ്യമിടുന്നതായാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ മാസം ഒരു കളിസ്ഥലത്തിന് സമീപം തിരക്കേറിയ നഗരമധ്യത്തിൽ നടന്ന മറ്റൊരു ആക്രമണത്തിൽ നിരവധി കുട്ടികൾ ഉൾപ്പെടെ 53 സാധാരണക്കാർ കൊല്ലപ്പെട്ടിരുന്നു. പുടിനെ ശാസിച്ച US പ്രസിഡന്റ് യുക്രൈനിയൻ പ്രധാനമന്ത്രി വോളോഡിമിർ സെലൻസ്കിയെയും രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. യുക്രൈനിയൻ നേതാവ് രാജ്യത്തിന് ഒരു ഉപകാരവും ചെയ്യുന്നില്ല എന്നാണ് ട്രംപ് പറയുന്നത്. സെലൻസ്കിയുടെ വായിൽ നിന്ന് വരുന്നതെല്ലാം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. അത് ഇഷ്ടമല്ല എന്നും അത് നിർത്തുന്നതാണ് നല്ലതെന്നും ട്രംപ് സെലൻസ്കിക്ക് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. സമീപകാല റഷ്യൻ ആക്രമണങ്ങൾക്ക് ശേഷമുള്ള അമേരിക്കയുടെ നിശബ്ദത പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് സെലൻസ്കി ആരോപിച്ചതിന് പിന്നാലെയാണ് ട്രംപിന്റെ വിമർശനം വരുന്നത്. യുക്രൈനെതിരായ റഷ്യയുടെ ആക്രമണങ്ങളുടെ ഈ സമയം ശ്രദ്ധേയമാണ്. യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി US നിർദ്ദേശിച്ച വെടിനിർത്തൽ കരാറിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ട്രംപും പുടിനും 2 മണിക്കൂർ നീണ്ട ഫോൺ സംഭാഷണം നടത്തി ഒരാഴ്ച കഴിഞ്ഞാണ് ഇത് നടക്കുന്നത്. ഫോൺ വഴിയുള്ള ചർച്ച വളരെ നന്നായി പോയി എന്ന് US പ്രസിഡന്റ് പറഞ്ഞിരുന്നു. റഷ്യയും യുക്രൈനും വെടിനിർത്തലിനും യുദ്ധം അവസാനിപ്പിക്കുന്നതിനും ചർച്ചകൾ ഉടനടി ആരംഭിക്കുമെന്നും പറഞ്ഞിരുന്നതാണ്. കൂടാതെ 30 ദിവസത്തെ വെടിനിർത്തലിന് യുക്രൈൻ പരസ്യമായി സമ്മതിക്കുകയും ചെയ്തിരുന്നു. ഭാവി എന്തായിരിക്കുമെന്ന് ഉറപ്പില്ലെങ്കിലും പുടിനെക്കുറിച്ചുള്ള വൈറ്റ് ഹൗസിന്റെ പരാമർശങ്ങൾ ട്രംപ് ക്രെംലിനെതിരായ നിലപാട് കടുപ്പിക്കുകയാണെന്ന് കാണിക്കുന്നുവെന്ന് പലരും അനുമാനിക്കുന്നു. റഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാൻ മധ്യസ്ഥത വഹിക്കാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമം പരാജയപ്പെടുകയാണ് എന്നാണ് തോന്നുന്നത്. ഒരു വഴിത്തിരിവും കാണുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. യുദ്ധത്തിന്റെ തുടക്കത്തിൽ മോസ്കോയുടെ നിലപാടിനോട് കൂടുതൽ അനുകമ്പയുള്ള സമീപനം സ്വീകരിച്ച US ഇപ്പോൾ നിലപാട് മാറ്റിയിരിക്കാനാണ് സാധ്യത. ഇപ്പോൾ പുടിനെതിരെയുള്ള മനോഭാവം മാറിയിരിക്കാനുള്ള സാധ്യതയും ഉയർന്നു വരുന്നുണ്ട്. 2022 ഫെബ്രുവരിയിൽ റഷ്യൻ സൈന്യം പൂർണ്ണതോതിലുള്ള അധിനിവേശം ആരംഭിച്ചിട്ടും സംഘർഷം ആരംഭിച്ചതിനും അത് നീട്ടിക്കൊണ്ടു പോയതിനും ട്രംപ് യുക്രൈനിയൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കിയാണ് ആവർത്തിച്ച് കുറ്റപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും നടന്നുകൊണ്ടിരിക്കുന്ന റഷ്യ-യുക്രൈൻ യുദ്ധത്തിന്റെ തീവ്രത കുറയ്ക്കാൻ ട്രംപിന്റെ ഈ വാക്കുകൾക്ക് സാധിക്കുമോ ഇല്ലയോ എന്നൊക്കെ കാലം മാത്രമേ ഉത്തരം നൽകൂ.